ഹലോ ഗൈസ്, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് വഴി, എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് വെച്ചിട്ട്. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഷോർട്ട് വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്, ലോങ് വീഡിയോസ് ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. അപ്പോൾ അതാണ് ഒന്നാമത്. ഞാൻ ഈ കാലാവസ്ഥയൊക്കെ മോശമായതിന് ശേഷം, മഴ അടച്ചു പിടിച്ചതിന് ശേഷം ഞാൻ എവിടെയും പോകാറുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കുട്ടികളെ വെച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോസ് നമ്മൾ കൂടുതൽ നമ്മുടെ ചാനലിലുള്ള ഒരു 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സുണ്ട്. അതിലൊരു 97.5% സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഷോർട്ട് വീഡിയോ വഴി വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ എക്സ്പ്ലോറിങ് വീഡിയോസൊക്കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു 20,000-25,000 പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇതാണ്. അപ്പം ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ഷോർട്ട് വീഡിയോസിനാണ് റീച്ച് ഉള്ളതെന്ന് മനസ്സിലാക്കി ഞാൻ അതിൽ കൂടുതലായിട്ട് ചെയ്യണത്. കാരണം നമ്മൾ എക്സ്പ്ലോറിങ് വീഡിയോസിന് വലിയ റീച്ചൊന്നുമില്ല. പിന്നെ എക്സ്പ്ലോറിങ് വീഡിയോ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസാണ്. പിന്നെ നമുക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല, വേണ്ട രീതിയിലുള്ള റീച്ചും ഇല്ല. പിന്നെ അത് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൂടുതൽ ഷോർട്ട് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ലോങ് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ചില വ്ളോഗ്സും മറ്റൊക്കെ ചെയ്യാമെന്നല്ലാതെ നമ്മളെ എക്സ്പ്ലോറിങ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാതെ. പക്ഷേ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് അതൊരു വ്ളോഗായിട്ട് ചെയ്യുമെന്നല്ലാതെ നമ്മൾ അതിനായിട്ട് റിസ്ക് എടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ പലരും കാണുന്ന ആൾക്കാരായിരിക്കും ഷോർട്ട് വീഡിയോസ്. അപ്പം അതിലിങ്ങനെ പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. പിന്നെ എക്സ്പ്ലോറിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് മാറാൻ ഒന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. ഇത് കംപ്ലീറ്റ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മളെ ഷോർട്ട് വീഡിയോസും അത് സംബന്ധമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനാണ് എൻ്റെ തീരുമാനം. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ വാട്സപ്പ് വഴിയൊക്കെ കോൺടാക്റ്റുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. പിന്നെ ചില ആൾക്കാർ എന്നോട് കാര്യം ചോദിക്കാറുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എപ്പോഴും ഈ എലിഫൻ്റ് അറ്റാക്ക് നടക്കാറുണ്ട്, കാട്ടാന വന്ന് കുറേ ആൾക്കാരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ന്യൂസ് ചാനലിൽ മറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണാറുണ്ട്. നിങ്ങളെന്താവുന്ന റിപ്പോർട്ട് ചെയ്യാത്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടൂലേ എന്നൊക്കെയാണ് ചിലവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത് അറിയാനിട്ടൊന്നും, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ പരിസരത്തൊക്കെ ആന വരുന്നത് രാത്രി സമയങ്ങളിൽ. ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ആനൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് പേര് ഒരുപാട് ബഹളങ്ങൾ ഒക്കെ നിരന്തരം ഇവിടെ നടക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്നേവരെ അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫി ചെയ്ത് അതുവഴി ഇങ്ങനെ ഒരു ഇൻകമൊക്കെ ഏൺ ചെയ്തിട്ട് പോകുന്ന ഒരാൾ എന്തായാലും ഒരു സത്യസന്ധത പുലർത്തുക എന്നുള്ളത് റീച്ചായിരിക്കും ഉദ്ദേശം. അതായത് ഇപ്പോൾ ആന ആരെ ചവിട്ടിയാലും കുഴപ്പമില്ല, നമുക്കൊരു വീഡിയോ കണ്ടൻറ്റ് കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഇതുവരെ ഞാൻ പിടിക്കാത്തത്. കാരണം മറ്റുള്ളവരെ ദുഃഖം നമ്മൾ ഒരു വീഡിയോ ആക്കി വിട്ടിട്ട് നമ്മൾ അതിലൊരു റീച്ച് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ഈ ഇവിടെ വയനാട് ദുരന്തമുണ്ടല്ലോ, മേപ്പാടി ഉരുൾപൊട്ടലുണ്ടായ സമയത്തൊക്കെ അവിടെ മുണ്ടക്കയിലൊന്നും അവിടെ ഒന്നും ഞാൻ പോയി ഇതുവരെ വീഡിയോ അവിടെ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇതാക്കില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എന്തായാലും മനസ്സിൽ നമ്മളെത്ര സെൻറ്റിമെൻ്റലായിട്ടുള്ള BGM ഇട്ടിട്ട് എത്ര മറ്റുള്ളവർ സങ്കടങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുകയാണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉദ്ദേശം ഉണ്ടാവും, ഈ വീഡിയോക്ക് റീച്ച് കിട്ടും, ഇതിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപ്പോൾ അങ്ങനത്തത് ഇതാക്കിയിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നേ വരെ ഞാൻ അങ്ങനത്തെ വീഡിയോകൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യലാണ്. നമ്മളിവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയാറുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറില്ല. അല്ല അതുവഴി റീച്ച് കിട്ടിയിട്ട് വേണമെന്നില്ല. നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് ഷോർട്ട് വീഡിയോസും മറ്റും അങ്ങനത്തെയൊക്കെ ചെയ്യണത്. ഇനി വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇപ്പോൾ ഈ വേറെയുള്ള ടൈപ്പ് വീഡിയോസും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീച്ച് വളരെ കുറവായിരിക്കും. പക്ഷേ എന്നാലും ഈ ഷോർട്ട് വീഡിയോ ഉള്ള ഒരു ചാനലായതുകൊണ്ട് ആ ഷോർട്ട് വീഡിയോസിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ചെറിയ വ്ളോഗുകൾ മറ്റൊക്കെ അതിൻ്റെ കൂടെ അങ്ങനെ ചെയ്തിട്ട് പോകാനാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് സെറ്റ് ആയി വരുന്ന കണ്ടൻറ്റ് ഫുള്ളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ് കിട്ടുകയാണെങ്കിൽ അതും ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അതായത് നമ്മൾ കൂടുതലായിട്ട് യാത്ര ചെയ്ത് ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ട് യാത്ര ചെയ്ത് എക്സ്പ്ലോർ ആയിട്ടുള്ള പിന്നെ വീഡിയോകൾ ചെയ്യാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഞാനൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വേറെ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്, സക്സസ് ആവുകയാണെങ്കിൽ ആക്കാം. പിന്നെ നമ്മൾ വേറെ ചില സംരംഭങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഭയങ്കര ശോകമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും തുടർന്ന് നമ്മൾ ഷോർട്ട് വീഡിയോസ് എപ്പോഴും ഉണ്ടാകും, അതിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.